ഓ, ഇതിന്റെ ലൈറ്റിനാണ് വേണ്ടത്ര വെളിച്ചം കിട്ടില്ലല്ലോ. ശിവ ശിവ, ഇതിന് റേഞ്ചും കിട്ടുന്നില്ലല്ലോ. എന്താ ഈ ഇരുട്ടത്ത് ഈ കാറ്റുവഴിയിലൊക്കെ? എന്റെ പേര് ഉണ്ണൂലി എന്നാണ്. സ്നേഹമുള്ളവർ ഉണ്ണു എന്ന് വിളിക്കും. അവിടുന്ന് എന്നെ ഉണ്ണു എന്ന് വിളിച്ചാൽ മതിയാകും. ഉണ്ണു, നല്ല പേര്. ആട്ടെ, ഉണ്ണു എന്താ ഈ കാറ്റുവഴിയിലൊക്കെ ഈ പാതിരാത്രിക്ക്? അമ്പലത്തിൽ പോയി വരുന്ന വഴിയാണ്. അച്ഛൻ എന്നെ ഇവിടെ നിർത്തിയിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയതാ. ഇതുവരെ കണ്ടില്ലാന്നേ. അമ്പലോ? ഈ കാട്ടുവഴിയിൽ എവിടെയുണ്ട് ഈ അമ്പലം? അപ്പുറത്തെ ഒരു ചെറിയ പാലമരക്കാവുണ്ട്. അതാണ് ഞങ്ങളുടെ അമ്പലം. അല്ല, അവിടെ നിന്റെ പേരെന്താണാവോ? ടിക്ടോക്കിലൊക്കെ വാബുന്ന പേരില് ഇത് പ്രസിദ്ധരാട്ടോ. കേട്ടില്ലേ? ഒത്തിരി കേട്ടിരിക്കണം. അല്ല, ഈ പാതിരാത്രിയിൽ അവിടുന്ന് എങ്ങോട്ടാണാവോ? അറിയില്ലേ, നാളെ പല ക്ഷേത്രത്തില് തിടമ്പേറ്റാണ്. രാവിലെ തന്നെ എത്രയും നോമാണ് തിടമ്പേറ്റണത്. അതുകൊണ്ടാണ് ഈ രാത്രി തന്നെ ഇങ്ങോട്ട് പോണതേ. അതെയോ? ടിക്ടോക്കിലെ ആരാധകർ അങ്ങയെ വിളിക്കുന്നത് പോലെ ഞാൻ വാമേട്ട എന്നങ്ങയെ വിളിച്ചോട്ടെ. എല്ലാം അറിഞ്ഞിരിക്കണോ? എന്തെന്താ എനിക്ക് വേണമെങ്കിൽ വിളിക്കാലോ. ഇത്ര പ്രസിദ്ധനായ അങ്ങയെ അടുത്ത് കണ്ടപ്പോൾ എന്തൊക്കെയോ ചോദിക്കണമെന്ന് എന്റെ മനസ്സ് വല്ലാതെ വെമ്പൽ കൊള്ളുന്നു. അതിനെന്താ, എന്ത് വേണമെങ്കിലും ചോദിക്കാലോ. ചോദ്യങ്ങൾ ചോദിച്ചാലേ ഉത്തരം പറയാൻ പറ്റൂ. അങ്ങനെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടല്ലേ നമുക്ക് ഈ ബന്ധം ഇടാക്കാൻ പറ്റൂ. ചോദ്യങ്ങൾ ചോദിക്കുന്നേ. വാമേട്ട, 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 കുറച്ച് ചുണ്ണാമ്പുണ്ടാകുമോ എടുക്കാൻ? ചുണ്ണാമ്പോ? എന്താ കുട്ടിയെ, മുറുക്കു അഭിപ്രായത്തില് നോൺ മുറുക്ക് തിരിച്ച് അയക്കണേ. ഇപ്പൊ സെന്റർ ഫ്രഷാ എടുക്കട്ടെ. എന്താ തനിക്കൊരു ഭാവമാറ്റമൊക്കെ? എനിക്ക് രക്തം വേണം. സെന്റർ ഫ്രഷ് വേണ്ടേ? എനിക്ക് വാമേട്ടന്റെ രക്തമാണ് വേണ്ടത്. അയ്യോ യോക്സി, നിക്കടാ. അയ്യോ രക്തം വേണം, രക്തം. ഗോപി, എന്തൊരു പാട്ടാണ്. നല്ല പാട്ടൊന്നും ഇല്ലൂടെ? അല്ലടാ, 10 രൂപയ്ക്ക് ചായ കുടിക്കാൻ വരുന്ന നിനക്ക് ഞാൻ ഏറെ മാനം കൊണ്ടൊന്ന് പാടിക്കാം. ഗോപി, നീ പഞ്ചായത്ത് മെമ്പറാണെന്ന കാര്യമൊക്കെ എനിക്കറിയാം. പക്ഷെ നീ ആൾക്കാരെ കാണുമ്പോണ്ടല്ലോ ബഹുമാനിക്കണം കേട്ടോ. കേരള സിനിമയിലെ ഏറ്റവും തിരക്കേറിയ പ്രൊഡക്ഷൻ കൺട്രോളർ പ്യാരിലാൽ പാച്ചേനി, അതായത് എന്നോടാണ് നീ കളിക്കുന്നത് ആലോചിക്കണം. ഈ ഒരു കാര്യം ചെയ്യും, ചായ ഇട്. Sir, what is the time now? സാറേന്നോ? ആ, പേര് ബാബു. क्या मुदलाली, मेरा नाम सुरेंद्र नाथ बाबूराव हूँ। बंगाल में मेरा परिवार बहुत बड़ा ब्राह्मण गोत्र से है। मेरा नाम बुला दो या छोटा करके सूर्य बुला
നടന്നത് തന്നെ. മുതലാളിയായ എന്റെ പേര് ഗോപി. ഇവിടെ സിമെന്റും കമ്പി എടുത്ത് മയക്കാട്ട് പണിക്ക് വന്നവന് സുരേന്ദ്രനാഥ്. ബാബു ഒന്ന് വിളിക്കും, പോയി ആ ചായ ഗ്ലാസ് കഴുകി വെക്കടാ. മുതലാളി അല്ല പേര് അതിന് കാട്ടുമുക്കിൽ നിന്ന് നടക്കാനടേ. എടോ ഇവിടെ കാരണം പൊറുതിമുട്ടി ഇരിക്കുക. വടേക്ഷി ഉണ്ണൂലിയോ? കല്ലിയങ്ങാട്ടി നീലി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? വടേക്ഷി ഉണ്ണൂലി ഒരു പിള്ളേർക്കിടുന്ന പേര് പോലെ ഉണ്ടല്ലോടെ. എന്തുവാടേ ഇത് ഗോപി? നീ എന്നെ പേടിപ്പിക്കാനുള്ള പരിപാടിയാണോ? എടോ സത്യം നീ ഇല്ലാത്തോണ്ടൊന്നും. അതിനിപ്പം എന്താ നമ്മുടെ ഒരു പോംവഴി? പഞ്ചായത്ത് മെമ്പർ എന്ന സ്ഥിതിക്ക് എനിക്കും ചിലതൊക്കെ ചെയ്യാനല്ലോ. അസുരമംഗലം എന്ന് കേട്ടിട്ടുണ്ടോ? വളരെ പ്രസിദ്ധനായ മന്ത്രവാദിയാണ്. തിളയ്ക്കാനുള്ള എന്റെ ഒരു തുറുപ്പ് ചീട്ട് ഇട്ടുണ്ട്. അത് കൊള്ളാം, അടിപൊളി. കുമാരൻ അവനെ മാത്രം ഒന്നിനെയും പേടിക്കണ്ട. അതെങ്ങനെ? ബോധം ഉണ്ടെങ്കിലല്ലേ പേടിക്കേണ്ടതുള്ളൂ. ഇവിടെ ഇരുന്ന് കണ്ടില്ല. അത് പറ പൊറോട്ട പാർസലുണ്ട്. എന്താടേ പൊറോട്ടയ്ക്ക് ഒരു താമസം? നിങ്ങളെന്താ നിർത്തും? ഇത് മതി, പോയിക്കോളൂ. ങ്ങളൊക്കെ ഓ എന്ത് പറയാൻ തിരുമേനി, ഇവിടെ ആ ഉണ്ണൂലിയ കാരണം പൊറുതി മുട്ടി ഇരിക്കുക. എങ്ങനെയെങ്കിലും അവളെ ഒന്ന് തളയ്ക്കണം. പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ധൈര്യമായിരിക്കും എന്നല്ല, അവളെ ആയിരക്കണക്കിന് യക്ഷികളെ ഈ മാർത്താണ്ഡനെ നമ്മുടെ ഈ ഭസ്മം അവളുടെ മുഖത്ത് വീണാൽ ഉണ്ണൂലിയിൽ നിന്നല്ല, സാക്ഷാൽ കള്ളിയങ്കാട്ട് നീലി പോലും വെണ്ണി മതി. പിന്നെ മറ്റൊരു കാര്യം, മന്ത്രവും തന്ത്രവും അറിയാം പരികർമ്മികൾ ആരെങ്കിലും ഉണ്ടാവും. നമ്മൾ യക്ഷിയെ മാന്ത്രിക വലയത്തിലാക്കി കഴിഞ്ഞാൽ കൃത്യസമയത്ത് ഈ ഭസ്മം തരാൻ ഒരു പരികർമ്മ ആരെങ്കിലും അതിനെന്താ അല്ലോ. അങ്ങ് ബംഗാളിൽ ഉന്നത പേര് ബാബു നമ്പൂതിരി. ബാബു ബാബു വീണോട്ടോ? ഞാൻ മനസ്സിലായി, അത് പറയണോ? ഗോപി, നിങ്ങളൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത്? ഇങ്ങനെയുള്ള ഉടായ്പ മന്ത്രവാദി ഇറക്കിയിട്ട് വല്ലവരെയും പിടിച്ചിട്ടുണ്ടോ ഇതുവരെ? എന്റെ കയ്യിലുണ്ട് നമ്മുടെ മൂവി ഫീൽഡിൽ നിന്നുള്ള ഗോസ്റ്റ് ഹണ്ടേഴ്സ്. ഞാൻ ഇറക്കാം. നമ്മുടെ യക്ഷി, മറുത എല്ലാരും നമ്മൾ അടിച്ചു പൂട്ടി എടുക്കത്തില്ലേ? ഒരു മന്ത്രവാദി. എങ്കിൽ ചെക്ക് തിരുമ നോക്കിയിട്ട് തന്നെ കാര്യം കാണാടാ.
ഏയ് ഇവിടെ ഒരു ആവശ്യമുണ്ട്. നീ ആ രംഗണ്ണനെയും ആവശ്യം പിള്ളേരെ ഒന്ന് ഇറക്കിയ. ഇവിടെ ഒരു യക്ഷിയെ ഒതുക്കാനുണ്ട്. നിങ്ങൾ ഇറങ്ങണം. ആ പെട്ടെന്ന് പോരെ. നമ്മുടെ രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്മാ അർച്ചി ഒന്ന് പൊട്ടിക്കാൻ പാടി ൂടെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ പാടെ? ശ്രദ്ധിക്കുന്നുണ്ടോ? എങ്ങനെയായിരുന്നു രംഗണ്ണൻ, അമ്മ, പോക്ക്, ഗോസ്റ്റ് അങ്ങനെ ആദ്യ കാലത്ത് വീരവാനായി. ആ ഇനി ആ ന്യൂജൻ പിള്ളേരെങ്ങാനും വിളിക്കാം. മാർത്താണ്ഡനിക്കനല്ലേ? തിരുമേനി എന്നെ തളയ്ക്കാൻ വന്നതായിരിക്കും അല്ലേ? നിങ്ങൾക്കതിനാകില്ല തിരുമേനി. ഈ ഉണ്ണൂലിയെ തളയ്ക്കാൻ പോന്ന ഒരു മന്ത്രവാദി ഇന്നുവരെ ജന്മമെടുത്തിട്ടില്ല. അതെ മാർത്താണ്ഡലിംഗ്, അറിയില്ല നിൽക്കന്നെ. നിന്റെ നാം ഭസ്മമാക്കും. ഭസ്മമാക്കുന്നവനാണ് ഈ മാർത്താണ്ഡലിംഗ്. ബാബു എടുക്ക് ഭസ്മം. നല്ല പടുവ ഭസ്മ എന്ന് പറഞ്ഞ സിമെന്റ് പൊടിയായി വന്നിരിക്കുന്നു. കണ്ട ബംഗാളിനെ പരികർമ്മയാക്കിയ നമ്മ പറഞ്ഞാ മതി. നമ്മളിനി ഒന്നും ചെയ്യണ്ട, എല്ലാം അവള് ചെയ്തോളും. ഓടിക്കോ. കേറി വരണ്ട മക്കളെ. കൈമക്കിട്ട് പീഞ്ഞെടുക്കും മിൽക്ക് സർബത്ത്, പിന്നെ ബാക്കി വന്ന ചണ്ടി പോലെ ഇല്ല ബർക്കത്ത്. ഓനെ മുന്നപ്പെട്ട ഉണ്ട കൊടുക്കും പാഞ്ഞ വെക്കട്ട്, വെറുതെ തൊള്ളിറക്കിയ ചള്ള പുളിയിൽ നോക്കോ മേപ്പെട്ട്.
തങ്കച്ചി കുടുംബത്ത് മറമത്തിനിട്ട പണിക്കൊട്ട് അലമ്പൊത്താൽ ഒരു പൊത്ത് മലപ്പുറം കത്തി മടക്കിച്ച് വെള്ളമണിയെന്ന വീട്ടേക്ക് വെള്ളിപ്പാന്റെ കുട്ടി കുട്ടിച്ചേക്ക് തുടച്ചേക്ക് മുടിച്ചേക്ക് ചാരപാത്രത്തിൽ പാഞ്ഞങ്ങ് കേറണ്ട കച്ചി വെട്ടും കാലും വെട്ടും വേണ്ടി വന്ന ചെങ്കും വെട്ടും മഞ്ചും വെട്ടും വെള്ള പോലുള്ള വാടക പൊള്ള കയന നോക്കണ കുറവിൽ പറിച്ചിട്ട് നായ്ക്കൾക്ക് തിന്നാനിട്ട പണി കിട്ടും അപ്പ വന്ന് ചോദിച്ചാലും മാറൂലട്ടോ ഇല്ല വട്ടം മുമ്പിൽ വന്ന് പെട്ട പൊന്നെ അന്ന് നിൽക്കും മണ്ട ചാട്ടം മാറി നിൽക്ക് മാമ പൊന്നെ കയറി നിൽക്ക് കാറ്റ് പൊട്ട ചീഞ്ഞ മുട്ടട റോഡ് പോലെ മോട്ട കട്ടിച്ച് മാറി നിൽക്കണം പാല് വയ്ക്കും കടിച്ചു കുത്തിയ മൂത്ത് കുത്തിയ ചോര തുപ്പും പാര വെക്കാൻ പാലമിട്ട മാറി നിന്നോ പല്ലെടുക്കും കീപ്പെട്ട് കെട്ടിയ മണ്ണിഞ്ഞ മട്ടയ്ക്ക് കുത്തിയ സീമറക്കി പണ്ടതും അടുപ്പത്തിന്റെ വെള്ളത്തിൽ മരിക്കുന്ന കണ്ട കുടുംബം എടുക്കും കാര്യമില്ല എല്ലാം ഒളിഞ്ഞ് പാളിശായി ഞാൻ ഉണ്ണൂരി. ഇല്ല മോളെ, ഇന്നിനി ഉണ്ണൂല. കുമാരേട്ടൻ വയറ് നിറച്ച് കഴിച്ച സമയത്ത് ഇനി ഒരു വാറ്ററൂല. അതല്ല, എന്റെ പേര് ഉണ്ണൂലിന്നാ. ഓ അങ്ങനെ. അല്ലോ, നീ എന്ത് പാതിരാത്രിക്ക് ഇവിടെ കിടന്ന് ചുറ്റി തരുന്നത്? എനിക്ക് രക്തം വേണം. പാവം കൊച്ച്, ആശുപത്രി കേസാണ് കേട്ടോ. ആരാ പോലെ ആശുപത്രി കിടക്കുന്നത്? കുമാരേട്ടൻ റെഡിയാക്കി തരാം. ഏത് ഗ്രൂപ്പാ വേണ്ടത്? എത്ര ലിറ്റർ വേണം പറ, കുമാരേട്ടൻ ശരിയാക്കി തരാം. അതല്ല, എനിക്ക് ദാഹിക്കുന്നു, രക്തം വേണം. ദാഹിക്കുമ്പോ രക്തം കുടിക്കുന്നോ? നീ അതുള്ളല്ലോ. ഞങ്ങളൊക്കെ ദാഹിക്കുമ്പോ ദേവരെയാ കുടിക്കുന്നത്, കുറച്ച് ചോടയൊക്കെ ചേർത്തിട്ട്. എനിക്ക് ദാഹിക്കുന്നു, രക്തം വേണം. ഈ പെണ്ണിനെ കൊണ്ട് തോറ്റല്ലോ. ഇനി ശരിയാക്കി തരാൻ പ്രശ്നമല്ലേ? പരിഹാരം ഉണ്ടാക്കാം. നിനക്ക് രക്തത്തിന് പെടുന്ന ചോര കോക്ടെയിലല്ല ഈ കുമാരൻ ഉണ്ടാക്കി തരാം. പിന്നെ അതിന്റെ കൂടെ ടച്ചിങ്സ് ആയിട്ട് കഴിക്കാനൊരു സ്വയം സാധനം കുമാരൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താ? നല്ല ചൂടുചൂടൻ പൊറോട്ടയും നല്ല ബീഫ് കേട്ട വാർത്താട്ടിട്ട് സാധനം. എനിക്ക് ദാഹിക്കുന്നു, രക്തം വേണം, രക്തം. ചെടി പിശാചം തരാന്ന് കുമാരേട്ടൻ തരാന്ന് പറഞ്ഞ് ഞാൻ തന്നിരിക്കും. അതിനുണ്ട് ഒന്ന് മൂടാവാൻ വേണ്ടിയിട്ട് ഒരു പൊറോട്ട അങ്ങോട്ട് പിച്ച് അതിനകത്തൊരു ബീഫൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ച് ഞാൻ ഇങ്ങനെ ചുരുട്ടും. അപ്പൊ നീ കണ്ണടച്ച് നിൽക്കണം, ആ തുറക്കണം. അപ്പൊ ഞാൻ ഇത് അങ്ങോട്ട് ചുരുട്ടിയിട്ട് റാക്കിലോട്ട് വെച്ചത്. അപ്പൊ ഇങ്ങനെ ചവച്ചരച്ച് കഴിയണം. എന്നാലേ ഇതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റും. എന്താ പെട്ടെന്ന് താപം വരണ്ട. അങ്ങനെ നീ കണ്ണടച്ചിരിക്കണേ, കണ്ണടച്ച് നിൽക്കണേ. കണ്ണ് തുറക്കല്ലേ, കണ്ണടച്ച് നിർത്തണേ, കണ്ണടച്ച് നിന്നേ. അപ്പൊ ആ തുറന്നോണേ. കുമാരൻ മാത്രം ഉണ്ടായിരുന്നല്ല. എടാ കുമാര, ആ മരമണ്ടൻ മാർത്താണ്ഡൻ പറഞ്ഞത് കേട്ട് യക്ഷിയെ തളയ്ക്കാൻ ഇറങ്ങിയതാ നീയല്ലേ? അതിന് ഞാൻ യക്ഷിയും വെറുതെ ഒന്നുമല്ല.
ദേ അപ്പുറത്ത് താമസിക്കുന്ന പാവം ഒരു സിനിമ ആർട്ടിസ്റ്റാണ്. ഡോറുമുട്ടുകാരുടെ എന്റെ പേര് കൊച്ചമണി എന്നാണ്. ഡോറുമുട്ടുകാരുടെ ശല്യം കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ കിട്ടിയ വേഷമായത്. ഇനി ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തു വന്നതോടെ ഇനി ഈ വേഷം കെട്ടലിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലും എന്താ കൊച്ചമ്മണി, എന്നാലും ഈ സമൂഹത്തിന് എന്നാണ് ഒരു ബോധം വരിക? ആ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ സഹായം ചോദിച്ചപ്പോ എനിക്കെതിരെ അപവാദം പറഞ്ഞവർ യക്ഷി എന്ന് കേട്ടപ്പോ ഒറ്റക്കെട്ടായി. കഷ്ടം തന്നെ. നിങ്ങൾ തന്നെ പറ സുഹൃത്തുക്കളെ, ഈ കാലത്തിന്റെ ആവശ്യം മന്ത്രവും തന്ത്രവും മന്ത്രവാദികളുമാണോ? മറിച്ച് സമത്വം, സാഹോദര്യം, സ്ത്രീ ശാക്തീകരണം പോലെയുള്ള മാനവിക മൂല്യങ്ങളാണ്. സുഹൃത്തുക്കളെ, സ്ത്രീ ശാക്തീകരണം എന്നാൽ സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നത് മാത്രമല്ല, മറിച്ച് സ്ത്രീകൾക്കും പുരുഷന്മാരെ പോലെ അവസരങ്ങൾ സ്വാഭാവികമായും ഉണ്ടായി വരുന്ന രീതിയിൽ സമൂഹം വളരുക എന്നതും